എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ മറ്റൊരു മനോഹരമായ സെഷനിലോട്ട് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് വീഡിയോ എഫക്ട്സിലെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലെ എല്ലാ എഫക്ട്സുകളും നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടത് ബ്ലർ ആൻഡ് ഷാർപ്പൻ എന്ന് പറഞ്ഞ ഫോൾഡറിലെ എഫക്ട്സുകളെയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസമുള്ള എല്ലാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നാൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങില്ല നമ്മൾ. ഓക്കെ, അപ്പം ബ്ലർ ആൻഡ് ഷാർപ്പൻ എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാവുന്ന ഫസ്റ്റ് എഫക്റ്റാണ് ചാനൽ ബ്ലർ. ഓക്കെ, അപ്പോൾ ഞാൻ ടൈം ലൈനിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കാർ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ചാനൽ ബ്ലറിനെ പിടിച്ചിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, അപ്പം നമ്മൾ എഫക്ട്സ് കൺട്രോൾ പാനലിൽ ചാനൽ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RGB ചാനലുകളാണ്. ഓക്കെ, റെഡ് ഗ്രീൻ ബ്ലൂ ചേർന്നിട്ടാണല്ലോ എപ്പോഴും ഒരു ഇമേജ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ആ RGB ചാനൽസിലെ ബ്ലർ 1 by 1 ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെ. അപ്പം റെഡ് ചാനലിൽ നമുക്കിവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, അതേപോലെ ഗ്രീൻ ചാനലിൽ മാറ്റാൻ പറ്റും, അതുപോലെ ബ്ലൂ ചാനലിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ബ്ലറിങ് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ചങ്ങോട്ട് പോയിട്ട് വേണമെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു കീ ഫ്രെയിം നമ്മളിവിടെ ആഡ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പം പ്ലേ ആവുമ്പോൾ ഓക്കെ ബ്ലർനെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഓപ്ഷൻസ് ചെയ്യാം. ഈ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ പോയി ഡു യു വാണ്ട് ടു ഡിലീറ്റ് എക്സിസ്റ്റിംഗ് കീ ഫ്രെയിംസ്? യെസ്. ഓക്കെ, ഇനി അപ്പം ഇത് ഞാൻ പാരാമീറ്റർ റീസെറ്റ് ചെയ്തു, പഴയ പോലെ തന്നെ ആക്കി. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ് ആൽഫ ബ്ലർനെസ്. ആൽഫ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓരോ പിക്സലിൻ്റെ ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റിയിലുള്ള ബ്ലർനെസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളതാണ് നമ്മളുടെ ആൽഫ ബ്ലർനെസ്. ഇനി അതിനെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ബ്ലർസ് ശരിക്കും ചെയ്യുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളത്. ഇനി അതിൻ്റെ അടിയിലുള്ളൊരു ഓപ്ഷനാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. നമുക്ക് ബ്ലർനെസ് വേണമെങ്കിൽ ഹൊറിസോണ്ടലാക്കാം, ഓക്കെ, വെർട്ടിക്കലും ആക്കാം. അപ്പം ഇതിലുള്ള ഓപ്ഷൻസ് ഇത്രയൊക്കെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ബ്ലറാണ്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ബ്ലറിനെ പിടിച്ചു, എന്നിട്ട് പതുക്കെ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഡ്രാഗ് ചെയ്തപ്പോൾ തന്നെ കണ്ടോ കുറച്ച് ബ്ലറായി ഓൾറെഡി. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് ബ്ലർനെസ് ഒന്ന് കുറച്ചാലോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ ബ്ലർനെസ് കുറച്ചു, ബ്ലർനെസ് കൂട്ടി. ഓക്കെ, ഈ കോമ്പൗണ്ട് ബ്ലർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഡാർക്ക് ഉണ്ടല്ലോ, അതായത് ബ്ലാക്കൊക്കെ, ഈ ബ്ലാക്കിനെ അതുപോലെ മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കും. അതുപോലെ ലൈറ്റായിട്ടുള്ളതിനെ വൈറ്റ് അല്ലെങ്കിൽ അതുപോലെ ലൈറ്റായിട്ടുള്ള കളറിനെ മാക്സിമം ബ്ലറാക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കാണാം, 100% ബ്ലാക്ക് അതുപോലെ ഏകദേശം ഉണ്ടാവും. ബാക്കി വൈറ്റ് കളർ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള കളറൊക്കെ ബ്ലർ ചെയ്യാൻ നോക്കും. അതാണ് കോമ്പൗണ്ട് ബ്ലർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന കോമ്പൗണ്ട് ബ്ലർ വെച്ചിട്ട് ഞാൻ ചെറിയൊരു എഫക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ വന്നിട്ട് ഞാനൊരു ഒരു വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ബ്ലാക്ക് വീഡിയോ ആണ്. അതിൽ ന്യൂ ഐറ്റംസിൽ പോവുക, ഇവിടെ ബ്ലാക്ക് വീഡിയോ എന്നുണ്ട്. ഓക്കെ, ഈ ബ്ലാക്ക് വീഡിയോ. അപ്പോൾ ഈ ബ്ലാക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത വീഡിയോ എന്ന് തന്നെ അർത്ഥം. അപ്പോൾ ഇവിടെ വന്നു, ഞാനിതിലോട്ട് കൊണ്ടിട്ടു, എന്നിട്ട് ഈ സീക്വൻസിന് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇതിന് ഓവർലാപ്പ് ആയിട്ടുണ്ട് ഈ ബ്ലാക്ക് വീഡിയോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് റാമ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് അതിലോട്ട് നമ്മൾ വരും. തൽക്കാലം നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് എഫക്റ്റ്, അത് കോമ്പൗണ്ട് ബ്ലർനെസ്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കാണാം, ഈ റാമ്പ് നമ്മൾ ആഡ് ചെയ്ത ഉടനെ ഇവിടെയൊക്കെ വൈറ്റും ഇവിടെയൊക്കെ ബ്ലാക്കും ആണ്. അപ്പം ഞാൻ ഈ സ്റ്റാർട്ട് ഓഫ് റാമ്പ് ഒന്ന് ഇവിടെ വന്ന് മാറ്റുകയാണ്. ഇതിൻ്റെ ആ പൊസിഷനാണിത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പകുതി ബ്ലാക്ക് ആയിട്ടുണ്ട്, പകുതി വൈറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ വന്നു, എന്നിട്ട് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇന്ന് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, എന്നിട്ട് അത് നെസ്റ്റ് ചെയ്തു. ഓക്കെ,
ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മളെ ഈ ക്ലിപ്പിലല്ലേ നമ്മൾ കോമ്പൗണ്ട് ബ്ലർ ആഡ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ വരികയാണ്. എന്നിട്ട് ഇവിടെ കോമ്പൗണ്ട് ബ്ലർ ഉണ്ട്. എന്നിട്ട് ഞാൻ പോയിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ വീഡിയോ 2 ആക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഐ സിമ്പിൾ കാണുന്നത്, എന്നിട്ട് ഞാൻ ടോഗിൾ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ശ്രദ്ധിച്ച് നോക്കുക, ഞാനിവിടെ ബ്ലർനെസ് കൂടുന്ന അനുസരിച്ച് എന്താണ് മാറ്റം വരുന്നത്. ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിരുന്നു, ഇവിടെയൊക്കെ വൈറ്റ് ആയിരുന്നു. നമ്മളിപ്പം നെസ്റ്റിങ് ചെയ്ത സമയത്ത് ആ വൈറ്റ് ഉള്ളത് കംപ്ലീറ്റ് ബ്ലറായി മാറി അല്ലേ. എന്നിട്ട് ബ്ലാക്ക് ഉള്ളത് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ടോഗിൾ ചെയ്യാണ്. ഓക്കെ, കണ്ടോ, ഈ ഭാഗം കംപ്ലീറ്റ് നമുക്ക് നോർമലായിരിക്കും, ഈ ഭാഗം കംപ്ലീറ്റ് ബ്ലറായി കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കോമ്പൗണ്ട് ബ്ലർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് കോമ്പൗണ്ട് ബ്ലറിൽ ഇവിടെ ബ്ലർനെസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് അതുപോലെ നിൽക്കും, വൈറ്റിലാണ് ബ്ലറൊക്കെ വരികയെന്ന്. അപ്പോൾ വേണമെങ്കിൽ അത് ഇൻവേർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ബ്ലാക്കിലൊക്കെ നന്നായിട്ട് ബ്ലർനെസ് വരും, വൈറ്റ് അതുപോലെ തന്നെ മാക്സിമം നിർത്താൻ ശ്രമിക്കും. ഈ ഇമേജ് നമുക്ക് ഏകദേശം കാണാൻ പറ്റും, പക്ഷേ ഈ കീ നന്നായിട്ട് ബ്ലറായി മാറി. അത്രയൊക്കെയാണ് കോമ്പൗണ്ട് ബ്ലറിന്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ഷണൽ ബ്ലറാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഡയറക്ഷണൽ ബ്ലർ പിടിച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ ബ്ലർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്ലറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആംഗിൾ മാറ്റാൻ പറ്റും, അതുപോലെ ബ്ലർ ലെങ്ത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് ആംഗിൾ മാറ്റിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഞാൻ ബ്ലറിൻ്റെ ഡയറക്ഷൻ ഏകദേശം അല്ലെങ്കിൽ 180 താഴോട്ട് ആക്കി. ഓക്കെ, എന്നിട്ട് ലെങ്ത്ത് കൂട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കിയേ. ഓക്കെ, ഇപ്പോൾ ബ്ലർ ഇങ്ങനെ ആയി അല്ലേ, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഇതായി, താഴോട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് മാറി. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കീ ഫ്രെയിം ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പാരാമീറ്ററൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡയറക്ഷൻ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഒരു 2 പ്രാവശ്യം നമുക്ക് തിരിയണം എന്ന് വിചാരിക്കാം. ആംഗിൾ ഇങ്ങനെ തിരിഞ്ഞു വരണം. 2x180 എന്നുള്ള കീ ഫ്രെയിമിലോട്ട് വന്നു. അപ്പം ഇവിടെ എത്തുമ്പോഴത്തേന് 2 പ്രാവശ്യം ഇതിങ്ങനെ തിരിഞ്ഞിട്ടുണ്ടാവും, ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെയും ബ്ലർ ലെങ്ത്തിലും നമുക്ക് ഇത് ചെയ്യണം. അപ്പോൾ ഇവിടെ 0, എന്നിട്ട് ഒരു ഫ്രെയിം ഫ്രണ്ടിലോട്ട് പോയി, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടി. അത് കഴിഞ്ഞു ഇവിടെ വന്നു, എന്നിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു എഫക്റ്റ് നമുക്ക് ഈ ഡയറക്ഷൻ ബ്ലർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോസിയൻ ബ്ലറാണ്. അപ്പം ഞാൻ ഈ ഗോസിയൻ ബ്ലറിനെ പിടിച്ചു, എന്നിട്ട് ജസ്റ്റ് ഇതിലോട്ട് ക്ലിപ്പിലോട്ട് വന്ന് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, ഇവിടെ ഗോസിയൻ ബ്ലർ ഓപ്പണായി വന്നിട്ടുണ്ട്. ഗോസിയൻ ബ്ലർ ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ ബ്ലർ. ഗോസ് എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഒരു സയൻറ്റിസ്റ്റാണ് ഗോസ്. ഓക്കെ, ഇവിടെ വന്നു, ഈ ബ്ലറിൻ്റെ ഇത് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഗോസിയൻ ബ്ലറൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി ഇതിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ. നേരത്തെ നമ്മൾ ഡിഗ്രി ചേഞ്ച് ചെയ്തിരുന്നു, ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽ നേരത്തെ നമ്മൾ കണ്ടുന്നത് തന്നെ. നോർമലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബ്ലർ എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൽ വരിക, ഒന്ന് കണ്ടു നോക്കിയാൽ ജസ്റ്റ് ഒരു ബ്ലർനെസ് ആണിത്. ജസ്റ്റ് ഒരു ബ്ലർ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഗോസിയൻ ബ്ലർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റെഡ്യൂസ് ഇൻ്റർലേസ് ഫ്ലിക്കർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. ഇതൊന്നുമില്ല, നമ്മളെ വീഡിയോ ഒന്ന് സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഫക്റ്റാണ് റെഡ്യൂസ് ഇൻ്റർലേസ് ഫ്ലിക്കർ. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇങ്ങനത്തെ ഒരു വീഡിയോസിലൊന്നും അങ്ങനെ വലിയ മാറ്റം കാണില്ല. നമുക്ക് റെഡ്യൂസ് ഇൻ്റർലേസ് ഫ്ലിക്കർ എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് സോഫ്റ്റ്നെസ് ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ശരിക്ക് ഒരു 75% ആക്കിയിട്ട് ഇതിൽ മാറ്റം വരുത്തുമ്പോഴാണ് ശരിക്കും എന്തെങ്കിലും ചെറിയൊരു മാറ്റം നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടോ? ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ എഴുത്തിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയ പോലെ നിങ്ങൾക്ക് തോന്നും. അടുത്തതായിട്ടുള്ളത്
ഷാർപ്പൻ എന്ന് പറഞ്ഞുള്ള എഫക്റ്റാണ്. ഷാർപ്പൻ നമ്മളെ വീഡിയോസിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ ഞാൻ ഷാർപ്പൻ പിടിച്ചു, ഇങ്ങോട്ട് വന്നിട്ടു. ഓക്കെ, ഇങ്ങനെ സൂം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഷാർപ്പിൻ്റെ ഒരു ഇതൊക്കെ കാണുള്ളൂ. അപ്പോൾ ഞാൻ ഷാർപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ബോർഡിലുള്ളത് കുറച്ച് ഷാർപ്പായിട്ട് കാണും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഈ ബ്ലാക്കും വൈറ്റും കൂടിയുള്ള കാർ ആയതുകൊണ്ട് അതിൽ നമുക്ക് ആ ഷാർപ്പിൻ്റെ എഫക്റ്റ് ശരിക്കും കാണാൻ പറ്റും. കണ്ടോ? അപ്പം ഇത് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള ഒരു എഫക്റ്റാണ് ഷാർപ്പ് എഫക്റ്റ്. ഇതിൽ ഷാർപ്പ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് പറ്റും. ഇനിയുള്ള അടുത്താണ് അൺഷാർപ്പ് മാസ്ക്. അതും ഈ ഷാർപ്പിൻ്റെ വേറൊരു ഓപ്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ സൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എമൗണ്ട് ഒന്ന് കൂട്ടി നോക്കുകയാണ്. ഉണ്ടോ? പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനൊരു ഇത് തോന്നാൻ വഴിയില്ല. ഇനി ഇതിൽ റേഡിയസ് കൂടുമ്പോൾ നിങ്ങൾക്കൊന്ന് യെസ് കണ്ടോ, റേഡിയസ് കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റിൽ മാറ്റം വരുന്നുണ്ട്. നോർമലി നല്ല ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ എടുക്കണം, നമ്മളെ ക്യാമറയിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഷാർപ്പ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ആ ഇമേജസിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ആയാലും വീഡിയോസിൻ്റെ ഒരു ഭംഗി നമുക്കതിൽ നഷ്ടപ്പെടും. ഇതൊക്കെയാണ് നമ്മൾ ബ്ലർ ആൻഡ് ഷാർപ്പൻ എന്ന് പറഞ്ഞ ഫോൾഡിലുണ്ടായിരുന്ന എഫക്ട്സുകളൊക്കെ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. അടുത്തതിൽ നമുക്ക് ചാനൽ എന്ന് പറഞ്ഞ ഈ എഫക്റ്റാണ് നോക്കാനുള്ളത്. അപ്പോൾ അതുവരെ ടേക്ക് കെയർ.